വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോഴും കുളത്തൂപ്പുഴ റൂട്ടിൽ തന്നെയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിലാണ്. അതായത് തമിഴ്നാട്ടിലാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇനി ഇപ്പോൾ പോകാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കാടാണ്, കാണുന്നുണ്ടല്ലോ, ഈ കുളത്തൂപ്പുഴ ഭാഗത്തുള്ളൊരു കാട് പ്രദേശം. ഇവിടെ ഈ കാട്ടിനകത്ത് കൂടി സഞ്ചരിച്ചാൽ കുറച്ച് നാട് പോലെയുള്ള സ്ഥലത്താണ് നമ്മൾ എത്താൻ പോണത്. ആ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കടയുണ്ട്, വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ്. പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ വരുന്നത്. കാട്ടിലെ കട. ഇതിന് മുന്നേ ഒരു കാട്ടിലെ കട നമ്മൾ ചെയ്തിട്ടാണ്. അത് പേപ്പാറ ഡാം സൈറ്റിൻ്റെ അതിനടുത്താണ്, ആ പൊന്മുടി റൂട്ടിലാണ്. ആക്ച്വലി വാഹനങ്ങളൊക്കെ വരുന്ന റോഡ് തന്നെയാണ്. കാട്ടിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി നിൽക്കുകയല്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാഹനങ്ങൾ പോയി. ഈ കാട് താണ്ടി കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയൊരു നാട്ടിൻ പ്രദേശം, അവിടെ ഒരു ചെറിയ കടയുണ്ട്. ഓക്കെ, ആ കടയിലേക്കാണ് പോകുന്നത്. ഒരു ചേച്ചിയും ചേട്ടനും കൂടി നടത്തുന്ന കടയാണ്. അവിടെ അടിപൊളി നാടൻ ഭക്ഷണം കിട്ടും. ബീഫാണ് അവിടെ ഏറ്റവും ഫേമസ്, എങ്കിലും നല്ല ഊണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോണത് ആ കാട്ടിലെ കടയിലെ വിശേഷങ്ങളാണ്. ശ്രീ മഹാദേവർ ക്ഷേത്രം, കടമാൻകോട്, ഇതാണ് സ്ഥലം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് കടമാൻകോട് മഹാദേവ ക്ഷേത്രം. അപ്പോൾ നമ്മൾ കാട് കഴിഞ്ഞ് ഒരു നാടിലേക്ക് കയറുന്നു, ഒരു ചെറിയ ഗ്രാമം, അതിൻ്റെ തുടക്കമാണ് ഈ ക്ഷേത്രം. പിന്നെ ഇത് കൂടാണ്ട് ഇതൊരു ട്രൈബൽ ഏരിയയും കൂടിയാണ്. ഇവിടെ ഒരു ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂളുണ്ട്, കടമാൻകോട്. ഈ കടമാൻകോട് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ചെറിയ ഗ്രാമമാണെങ്കിലും കുറച്ച് വലിയ വീടുകളും ഉണ്ട് ഇവിടെ. പിന്നെ റബ്ബർ പ്ലാന്റേഷനാണ് ഒരു സൈഡിൽ. അങ്ങനെ നമ്മൾ ഫൈനലി എത്തിക്കഴിഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ എത്തി. ഇതാണ് നമ്മൾ തേടി വന്ന കട. ഇതിവിടുത്തെ കടമാങ്കോട് പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. ഹലോ. അപ്പോൾ കടയുടെ ഫ്രണ്ടിലെത്തി നമ്മൾ അകത്ത്. ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? കടമാങ്കോട് പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. തിരക്കാണോ? ആൾക്കാർ വരാൻ പോകണല്ലേ ഉള്ളൂ. ഓക്കെ, ഇതാണ് മോള്. ആ, എനിക്ക് മെസ്സേജ് അയച്ച ആളല്ലേ? അല്ല, ഓ അത് ശരി. ഓ, അത് ചെറുമോളായിരുന്നു അല്ലേ? ഓ, ആ ശരിയാണ്, കറക്റ്റ്. ആ, എവിടെയാണത്? അഞ്ചല് പഠിക്കുവാണ് അല്ലേ? ഇത് സനല്ലോ? ആ, മനസ്സിലായി. മകള് ട്രെയിനിങ്, അപ്പൊ തിരക്കായി പോയി. ഓ, അത് ശരി ശരി, കൊള്ളാം, സന്തോഷം. ചേട്ടൻ എന്ത് ജോലി? അതെ, ഇറച്ചിയുടെ വർക്കിലാണ് അവിടെ. വർക്ക് തിരക്കില്ല. ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ബീഫ് ഫ്രൈ അല്ലേ? കപ്പയും ബീഫും, പിന്നെ ചോറ്, കറികളും എല്ലാം. അതെ, സലാഡൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. ഒരു ചേട്ടൻ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അല്ലേ? ഏകദേശമൊക്കെ ആയി അല്ലേ? ഇവിടെ ഏകദേശം പണിയൊക്കെ ഒതുങ്ങി. ബീഫിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് അല്ലേ? ബീഫ് വേവിച്ച് കഴിഞ്ഞു, ഇനി അത് വറുക്കുന്ന പ്രോസസ്സാണ്. ധാരാളം തേങ്ങ അരിഞ്ഞിട്ടിട്ട് തേങ്ങാക്കൊത്തും വിറകടുപ്പ് നല്ല മുരിച്ചെടുക്കും. ഇതിനകത്തേക്ക് കൊച്ചുള്ളിയും കൂടി ചേർക്കും അല്ലേ? ഇതിപ്പോൾ എത്ര കിലോ ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്? 5 കിലോ. ഓക്കെ. വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറേ കൊച്ചുള്ളി. ഇത് ഏകദേശം ഒരു 1 കിലോ ഉണ്ടാവും. കൊച്ചുള്ളി 1 കിലോളം ചേർക്കും. ഏകദേശം 1 കിലോ കൊച്ചുള്ളി കഴുകി എടുത്ത് വെച്ചാണ്. വെളിച്ചെണ്ണയിൽ മാത്രമേ ചെയ്യുള്ളൂ, അത് വളരെ നിർബന്ധം. കേരയുടെ വെളിച്ചെണ്ണ തന്നെ ഉള്ളൂ. നല്ല മുരിച്ചെടുക്കുകയാണ്. ഉള്ളിയും കൂടി ചേർക്കുന്നു. 1 കിലോ ഉള്ളി ഉണ്ടാവും, കൊച്ചുള്ളി. ഇനി ഇതും നല്ല മുരിയും അല്ലേ? ബീഫ് വേവിച്ചത്, ആ മസാല എല്ലാം കൂടെ ചേർത്ത്. ആ ബീഫിലെല്ലാം ഇട്ട് വേവിച്ചല്ലേ വെച്ചേക്കുന്നത്? ഓൾറെഡി മസാല ഇട്ടല്ലേ വേവിച്ചിരിക്കുന്നത്? കുറച്ച് കാര്യങ്ങളൊക്കെ, പൊടികളൊന്നും ഇടില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ഇനി ഇതിൽ ചേർക്കും അല്ലേ? പിന്നെ ഇതിലേക്ക് മുളക് പൊടി, ഇതെല്ലാം ഇവിടെ തന്നെ പൊടിക്കുന്നതാണ്. ഇവർ തന്നെ ഉണക്കി പൊടിക്കുന്നതാണ്. ആ, പരവല്ല, പാക്കറ്റ് വാങ്ങലില്ല. മല്ലിപ്പൊടി കുറച്ച്, മുളക് പൊടി ആയിരിക്കും കൂടുതൽ, മല്ലിപ്പൊടി ഏകദേശം സിമിലറായിട്ട് ചേർക്കണം. നിറച്ച് വേവിച്ച ഇതിനകത്ത് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഉപ്പും എല്ലാം കൂടി ചേർത്തൊന്ന് വേവിച്ചതാണ്. ഗരം മസാലയുടെ ഐറ്റംസ് ഒന്നും പൊടി വേറെ അത് മാറ്റി വെച്ചിരിക്കുന്നു അല്ലേ? അല്ല, അത് പൊടി ചേർക്കുമല്ലോ, ഗരം മസാല പൊടി ലാസ്റ്റ്.
ഇവിടുത്തെ രുചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വിറകടുപ്പ്, പിന്നെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പം ഇങ്ങനത്തെ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക രുചി തന്നെയാണ്. പിന്നെ ഇവർ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മായം ചേർക്കുന്നില്ലല്ലോ, എല്ലാം ശുദ്ധമായ കാര്യങ്ങൾ. വെളിച്ചെണ്ണ, കൊച്ചുള്ളി, സവാളയാണെങ്കിൽ ഈ ടേസ്റ്റ് കിട്ടില്ല, മാറ്റങ്ങൾ വരും. അതെ അതെ, ഇവിടെ അത് അരി അടുപ്പിൽ ഊറ്റാൻ സമയമാകുന്നു. റൈസ് ഇത് ബീഫിന് ഇത് വറ്റി വരണ്ട് നല്ല ഒരു ബ്രൗൺ കളറാകും, ഫ്രൈ ആയിട്ട് വരും. കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നു. അപ്പോൾ ഇനി ഗരം മസാലപ്പൊടി അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ അവർ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്, അതും കൂടി ചേർക്കും. ഇതിലിപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അല്ലേ, പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, ഗരം മസാല പൗഡർ. ഇനി ഇത് ഫുള്ള് വറ്റി വരണ്ട് വരണം. അപ്പോൾ ലീല ചേച്ചിയുടെയും വാസ്തവുള്ള ചേട്ടൻ്റെയും പാചക ആ ഒരു തിരക്കിനിടയിൽ ഞാൻ വന്ന് നിൽക്കുവാണ്. പേര് പറഞ്ഞില്ല, ഉഷ പ്രധാന സഹായിയാണ്. അപ്പോൾ ഉഷ ചേച്ചി എല്ലാവരും ബിസിയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി. നമുക്കങ്ങനെ ഫ്രഷ് മീൻ കിട്ടാൻ പാടാണ് അല്ലേ, കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? കടൽ മീൻ ആണോ? കൊല്ലത്തുനിന്ന് വരുന്ന മീൻ. ഇതിപ്പോൾ ഇന്ന് എന്താണ് ഫ്രൈ? കൊഴിയാള കറിയാണ്, കൊഴിയാള ഫ്രൈ. ഇന്ന് ഇഷ്ടംപോലെ കൊഴിയാളയാണല്ലേ. ചൂര, കൊഴിയാള എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ട ഏകദേശമൊക്കെ ആയി. പയർ വേവിച്ച് വെച്ചിരിക്കുന്നു. സലാഡ്, ഇതാണ് ഇവിടുത്തെ വലിയ ഫേമസ്. ഇവിടെ തന്നെ ഉറയൊഴിച്ച് തൈര് കൊണ്ടുള്ള സലാഡ്, ഉടംകൊല്ലി മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സലാഡ്. പുളിശ്ശേരി റെഡി, അതും ഗംഭീരമാണ്. ഉറയൊഴിച്ച തൈര്. അത് ലീല ചേച്ചിയുടെ ഒക്കെ കൃഷി വിഭവങ്ങൾ തന്നെയാണ്. നല്ല നാടൻ ഏത്തക്കൊല, പിന്നെ പൂവമ്പഴം സാധാരണ കാണും. ഇതിപ്പോൾ ചെറുതല്ലേ, ഞാലിപ്പൂവൻ. ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾ എല്ലാം. പിന്നെ ഇവിടെ അച്ചാറ് എല്ലാം സ്പെഷ്യലാണ് കേട്ടോ, ഓരോന്നും. പിന്നെ ഈ തൈര് ഉറയൊഴിക്കുന്നത്. ഇത് കൂടാതെ ഇവർ തന്നെ കാച്ചി നെയ്യ് എടുക്കും. കണ്ടില്ലേ, പാട സൂക്ഷിച്ച് കൊണ്ടുപോയാ. അത് നല്ല മേടിച്ചോണ്ട് പോകും ആൾക്കാർ ഇവിടുത്തെ നെയ്യ്. പിന്നെ ഇവിടെ പാർസൽ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ബീഫ് കപ്പ, ചാത്തന്നൂർ, കൊട്ടാരക്കര മുതലായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള അധ്യാപകരും പല ആൾക്കാരും ഉദ്യോഗസ്ഥരും എല്ലാവരും വരും ഇവിടെ. ഇത് ഏകദേശം തീരുന്നവരെ കൊടുക്കും അല്ലേ. വൈകുന്നേരം ഒരു മാറ്റി വെച്ചേക്കും, നേരത്തെ വിളിച്ചു പറഞ്ഞാൽ മാറ്റി വെച്ചേക്കും. അപ്പോൾ ഫോൺ നമ്പർ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം, അപ്പോൾ ആൾക്കാർക്ക് വിളിച്ച് വരാനായിട്ട്. ഇത് മസ്റ്റ് ട്രൈ പ്ലേസ് ആണ്, വന്ന് കഴിക്കേണ്ട സ്ഥലമാണ്. നമ്മുടെ വീട്ടിലെ ഭക്ഷണം പോലെ നല്ല രുചിയോടുകൂടി പേടിക്കാണ്ട് കഴിക്കും. ഇത് ലീല ചേച്ചിയുടെ മകൾ ആശയുടെ ഹസ്ബൻഡാണ് അനിൽകുമാർ. ഇവർ രണ്ടാളും ഇന്നിവിടെ ഉണ്ട്. നിങ്ങൾ താമസിക്കുന്ന പക്ഷേ കുളത്തൂപ്പുഴയാണ് അല്ലേ? എന്ത് ചെയ്യുന്നു അവിടെ? വർക്ക് ചെയ്യുന്നുണ്ടോ? അംഗൻവാടിയിൽ പോകുന്നുണ്ട്, ഇലക്ട്രിക് വർക്കാണ്. ഓക്കെ. മകളുണ്ട്, മകൾ പക്ഷേ നഴ്സിങ്ങിന് പഠിക്കുന്നു. അല്ലാതെ കല്യാണം കഴിഞ്ഞു. ഓ, അത്ര കല്യാണം കഴിഞ്ഞ മോളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചല്ലോ, വലിയ സന്തോഷം. അപ്പോൾ അവരോടൊക്കെ അന്വേഷണം പറയണം. ഓക്കെ. ഇവിടുത്തെ നാളെ ഇത് ഞാലിപ്പോനോ? അല്ല, പൂവൻ തന്നെയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ, ഭയങ്കര മധുരമാണ്. നാടൻ എന്ന് പറഞ്ഞാൽ തനി നാടൻ, അതായത് ഒരു വളമൊന്നുമില്ല, അതിൻ്റെ ഗുണവുമുണ്ട്. വന്നപ്പോൾ തന്നെ ഈ വെയിറ്റിംഗ് സമയം കൊണ്ട് പഴമൊക്കെ കഴിച്ചിരിക്കാൻ വന്നിട്ടുണ്ട്. കോങ്കേപ്പാറയ്ക്ക് വളരെ അടുത്താണ്. ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴാണ് കോങ്കേപ്പാറ വരുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി കോങ്കേപ്പാറ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം വന്നു തുടങ്ങി, സജീവമാകുന്നു. കപ്പ ഉടയ്ക്കുന്നു. ഇതിനെന്താ പറയുക, നമ്മൾ ഈ തടി കഷ്ണത്തിന് ഒരു തുടിപ്പ് വെച്ചിട്ടാണ് കപ്പ ഉടയ്ക്കുന്നത്. കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് പാത്രം എന്നിട്ട് അളിക്കാതെ ഇളകില്ലേ. പിന്നെ ബീഫിൻ്റെ അവസ്ഥ നോക്കിയാൽ നല്ല ഉടഞ്ഞ കപ്പ. ബീഫ് ഇനിയും മൊരിയണം അല്ലേ, കുറച്ചുകൂടി. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നു. തീ അല്പം ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും ഇവിടെ പരിസര പ്രദേശത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു. പല സ്ഥലത്തു നിന്ന് വന്നവരാണ്. പക്ഷേ കടയ്ക്കൽ നിന്ന് വന്നു. കടയ്ക്കൽ, ഇവിടെ കൊട്ടാരക്കര, കടയ്ക്കൽ. കാര്യം ഇവരിവിടെ അടുത്തൊരു ജോലിയായിട്ട് അല്ലേ, ജോലി സംബന്ധമായി വന്നതാണ്. അപ്പോൾ ടൂറിസ്റ്റായിട്ട് വന്ന്. ഓ, അത് ശരി കേട്ടോ. അപ്പോൾ സാർ എങ്ങോട്ടാണ് വന്നത് ടൂറിസ്റ്റായിട്ട്? കഴിഞ്ഞിട്ട് വന്നു. അങ്ങനെ കറങ്ങി പോകാൻ. ഓക്കെ. കുറച്ച് മതി. യെസ്. ഇനി ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. കപ്പ, പപ്പടം, പരിപ്പാണ്. കുറച്ച് പരിപ്പ്. ഒരു മിനിറ്റ്, ഇച്ചിരി സ്ഥലം ഉണ്ടാക്കി തരാം. ഓക്കെ, ഇവിടെ വെച്ചാൽ. ഇത് നമ്മുടെ നാടൻ രീതിയിൽ ചെറുപയർ വെച്ചിട്ടുള്ള പരിപ്പാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഫേമസ് സലാഡ്, ഉടംകൊല്ലി മുളകൊക്കെ ചേർത്ത് ഉറയൊഴിച്ച തൈരിൽ ഉണ്ടാക്കണം. സവാളയും ഉടംകൊല്ലി
മീൻ. ഇന്നത്തെ സ്പെഷ്യൽ തോരൻ എന്താണ്? ക്യാബേജ്. യെസ്. കുറച്ച് കപ്പ വേവിച്ചത്. യെസ്. അടച്ചത്. ഓഹോ, എല്ലാ ദിവസവും അവിയലുണ്ടല്ലേ ഇവിടെ? മിക്ക ദിവസവും അവരെല്ലാവരും, അമ്മ, അച്ഛൻ, മക്കൾ, മോള്, മരുമ എല്ലാവരും കൂടെ ഓടി നടന്ന് വിളമ്പുകയാണ്. ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. സ്റ്റാർട്ടിംഗ് ആണ്. നല്ല മാങ്ങാക്കറി, പിന്നെ വെള്ള നാരങ്ങ. ഓ യെസ്. അതിലിഷ്ടംപോലെ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? ഓ മൈ ഗോഡ്. ഇവരുടെ ഫേമസ് ബീഫ് ഇനി വരും അല്ലേ? ഇന്ന് മീൻ കറിയുണ്ട്, കൊഴിയാള കറിയുണ്ട്, പിന്നെ അതുപോലെ മത്തി പീര വെച്ചതുമുണ്ട്. 2 കാര്യങ്ങളുണ്ട് അഡീഷണലായിട്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ ഊണ് പോലെയാണ്. ചില ദിവസം ചില കാര്യങ്ങൾ എക്സ്ട്രാ കാണും. നമുക്ക് കിട്ടുന്ന മീനിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചല്ലേ വീടുകളിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. മീൻ കറി ഇവിടെ തന്നെ വെച്ചോളൂ, ഈ സൈഡിൽ അതിൻ്റെ മുകളിലായിട്ട്. ഓക്കെ, യെസ്, മതി 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 മതി. കൊഴിയാളക്കറി. ഇനി ഫ്രൈ വരുന്നുണ്ട്, ഫിഷ് ഫ്രൈ. ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ചൂരയും ഒരു കൊഴിയാള. ഓക്കെ മതി. ഒരുപാടായല്ലോ ദൈവമേ. എൻ്റെ ഇല നിറഞ്ഞ് കവിഞ്ഞു. ഇനി ഒരു മത്തിപ്പീരയുണ്ട്, പിന്നെ ബീഫ് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു പാത്രത്തിൽ വാങ്ങിച്ചിട്ട് നാവിൽ വെള്ളം ഊറുന്ന രീതിയിലുള്ളൊരു ഭക്ഷണം. അവരെല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചു തുടങ്ങി. ഞാനിങ്ങനെ ഷൂട്ടും കൂടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് തുടങ്ങാൻ പറ്റുള്ളൂ. ഈ വാഴയില ഊണെന്ന് പറയുമ്പോൾ തന്നെ വൃത്തിയുടെ മാക്സിമമാണ്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ വരുന്നത്. മത്തിപ്പീര. യെസ്. നമ്മുടെ ഭക്ഷണം കഴിച്ചു തുടങ്ങാം. സലാഡ്. ഓ നോ. ആ ഉടംകൊല്ലിയുടെ ഒക്കെ ടേസ്റ്റാണ്. കപ്പയും മീനും. മീൻ പീര. ആവശ്യത്തിന് എരിവും പുളിയും എല്ലാം പെർഫെക്റ്റ്. ഗംഭീര ഊണ കേട്ടോ. ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ. അച്ചാറ് നല്ല കുറേ ദിവസം കിടന്ന് നല്ല പാകമായ അച്ചാറാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല, അത്രയ്ക്ക് നല്ല ഊണ്. തനിനാട്. എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുവാണ്. ഞാനും കൂട്ടത്തിലുണ്ട്. അപ്പോൾ കഴിച്ചു തീർക്കട്ടെ. ഓക്കെ, ബീഫ് ഞാൻ കഴിക്കില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ അറിയില്ലേ, നല്ല വെളിച്ചെണ്ണയിൽ മുരിച്ചെടുത്താണ്. കൊച്ചുള്ളിയൊക്കെ തേങ്ങാക്കൊത്ത് നല്ല വിശന്നിരിക്കുകയാണ്. കഴിക്കുവാണേ കാര്യമായിട്ട്. അവിടെ സാമ്പാറുണ്ട്, രസമുണ്ട്, പുളിശ്ശേരിയുണ്ട്. ഇച്ചിരി പുളിശ്ശേരി തന്നോളൂ. പുളിശ്ശേരി ഞാൻ സാമ്പാർ കഴിക്കില്ല. അത് ഹാവ് സം പുളിശ്ശേരി. കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭയങ്കര പുളിയാണെന്ന്. ഒരിക്കലും വരാം. പാകത്തിന് പുളി. ഇത് 2 കാര്യത്തിനും മതി. ഇത് വീട്ടിൽ ഒഴിക്കുന്ന ഇങ്ങനെ ഒഴിച്ചുണ്ടാക്കുന്ന ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ കറക്റ്റ് പുളിയിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ കഴിക്കട്ടെ. എങ്ങനെയുണ്ട് ഊണ്? അടിപൊളിയല്ലേ? അടിപൊളി. ഇവിടെ ഇടയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ജോലിക്ക് വരുമ്പോൾ എല്ലാം ഓക്കെ. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷത്തിൽ കൂടെ ഇവർ 2 ആളും കൂടി ചെയ്തിട്ട്, പക്ഷേ ചേട്ടൻ്റെ അച്ഛൻ അതിന് മുന്നേ തന്നെ നടത്തിക്കൊണ്ടിരുന്നു അല്ലേ? അപ്പോൾ ഒരുപാട് വർഷത്തെ പാരമ്പര്യം പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് 2 പേരും, ഹസ്ബൻഡ് 2 പേരും. ഇപ്പം ഇനി അടുത്ത ജനറേഷൻ ചെയ്യോ ഇല്ലെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ തൊട്ടടുത്തൊരു അംഗൻവാടി ഉണ്ട്, അവിടെയും കൂടി പോയി കുട്ടികളെയും കൂടി കണ്ടിട്ട് പോവാം. ഇവിടുത്തെ അംഗൻവാടി സ്പെഷ്യൽ. ചേട്ടാ അടിപൊളി ഫുഡ്, രക്ഷയില്ല. തകർത്തു 2 പേരും. ഓക്കെ, താങ്ക് യു, വളരെ സന്തോഷം. ഇനി വരാം. ഓക്കെ, ശരി. അങ്ങനെയൊന്നും പറയരുത്. ഒരു കുഴപ്പമില്ല. നമ്മുടെ അംഗൻവാടി പോവാം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമമല്ലേ? നല്ല രസമല്ലേ? നല്ല രസമാണ്. നല്ലത് അല്ലേ? പച്ചപ്പും. ഇതാണ് ഇവിടുത്തെ അംഗൻവാടി. ഇത് കടമാൻകോട് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗൻവാടിയാണ്. ഇവിടെയുള്ള കുട്ടികൾക്കെല്ലാം, ചെറിയ കുട്ടികളൊക്കെ വരുന്ന സ്ഥലം. ഓഹോ, ഇതൊക്കെ ആരാ? വാവ്, നമസ്തേ. ഇവിടെ അങ്ങനെ രസമായിട്ട് ഇരിക്കുകയാണല്ലേ അംഗൻവാടിയിൽ. കൊള്ളാലോ ടീച്ചേഴ്സ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ സ്കൂളിൽ വരുന്നത്? ഇത് ടൈമിങ് എങ്ങനെയാ? രാവിലെ തൊട്ട്
9:30 മുതൽ. അപ്പോൾ അമ്മ അച്ഛന്മാർക്ക് ഇവിടെ വിട്ടിട്ട് അവർക്ക് സേഫായിട്ട് ജോലിക്കെല്ലാം പോകാമല്ലോ അല്ലേ? ഇവരെ കുറച്ച് ഹാപ്പിയാണ്, എല്ലാവരും വലിയ ഫ്രണ്ട്സ്. ഇവിടെ 2 പെൺകുട്ടികളും 5 ബോയ്സ്. ഇനി ഇന്ന് അവധിയാണ്, കുറച്ച് പേരൊക്കെ വരാത്ത ആബ്സെൻ്റ് ആയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ ആൾക്കാരുണ്ട് ഇവിടെ. നോക്കിയാൽ നല്ല രസമുണ്ട് ഉച്ചവരിലെല്ലാം. ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ലേ, പഞ്ചായത്തിൻ്റെ ആണിത് ഈ ഒരു അംഗൻവാടി. ഓ കാണുന്നുണ്ട്. ഇവർക്ക് എങ്ങനെയാ ഫുഡൊക്കെ ഉണ്ടോ ഇവിടെ തന്നെ? ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കും. രാവിലെ വന്നു കഴിഞ്ഞിട്ട് ഇന്ന് പാലും എല്ലാ ദിവസവും പാല് കൊടുക്കും. അല്ല 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം പാല്, 3 ദിവസം മുട്ട. പാലും മുട്ടയും 3 ദിവസം കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ രാവിലെ അട ഉണ്ടാക്കുന്നുണ്ട്, നമ്മള് ലഡു ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അല്ല, രാവിലെ ഉച്ചയ്ക്ക് ചോറ്, ബിരിയാണി. അത് അത് ശരി, അതാ കുഴപ്പമില്ല. ഇറച്ചിയൊക്കെ കൊടുക്കുവാണെങ്കിൽ മുട്ട മാത്രമേ ഉള്ളൂ. മുട്ട, ബിരിയാണി, ചോറ്, പിന്നെ കഞ്ഞി. ആഴ്ചയിൽ 1 ദിവസം കഞ്ഞി. അത് ഇന്ന് കഞ്ഞിയുള്ള ദിവസമായിരുന്നു. ഇവർക്ക് ഇഷ്ടമാണോ കഞ്ഞി? ഇഷ്ടമാണോ കഞ്ഞി? ബിരിയാണിയാണ് ഇഷ്ടം അല്ലേ? ഒരു പാട്ട് പാടിയേ, പാട്ട് പാടിയേ. അവർക്ക് സമ്മാനമുണ്ട്. പാട്ട് പാടിയേ. അയ്യോ, ആര് പാടും? നല്ലൊരു പാട്ട് പാടിയേ നോക്കട്ടെ. ഇതിപ്പോ അതാണ് നാണം വന്നു. അതാണ് ഇപ്പൊ പരിചയമില്ലാത്ത ആള് കണ്ടിട്ട്. കുഴപ്പമില്ല, പാട്ട് പാടാൻ. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കരായിട്ട് പഠിച്ചു വരട്ടെ. ഓക്കെ, പോട്ടെ. ടാറ്റാ. ഉണ്ടോ? ഞാൻ കാണാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായേ. വീട് കുറച്ച് ദൂരെയാണ്. ട്രിവാൻഡ്രം അറിയോ മോന്? തിരുവനന്തപുരം അറിയോ? കേട്ടിട്ടുണ്ടോ? അറിയാം. അപ്പൊ അറിയാം. അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. വീട് എവിടെയാ? ഓക്കെ, വീട്ടിൽ ചെന്ന് പറയണം കേട്ടോ. ആന്റി കാണാൻ വന്നിരുന്നു. ഓക്കെ, ഒരു അമ്മൂമ്മ വന്നിട്ട് പോയി എന്ന് പറയണം. ഓക്കെ, ലക്ഷ്മി അമ്മൂമ്മ വന്നു. അതെ, അവരൊക്കെ ചാരി നിൽക്കും. മോനെ ഇങ്ങോട്ട് പോരെ, ഫ്രണ്ടിലോട്ട്. അല്ലെങ്കിൽ ഫോട്ടോ വരത്തില്ലടാ. ഓ വന്നു, ധൈര്യമായിട്ട് വന്നു. പേടി അവർക്ക്. എല്ലാരും ഒന്ന് ചിരിച്ചേ. ഫോട്ടോ. അപ്പൊ നമ്മളൊരു ഫോട്ടോ സെഷൻ കഴിഞ്ഞു. അപ്പൊ നമ്പർ വന്നാൽ ഞാൻ അയച്ചുതരാം. ഓക്കെ, നമ്മളെടുത്തത് അയച്ചുതരാം. ഓക്കെ, ശരി. അപ്പൊ സന്തോഷം. പോട്ടെ. ഓ ഇപ്പൊ എല്ലാവരും പരിചയമായി. ഓക്കെ. ഹായ്, ബൈ. ശരി. തോട്ടമുണ്ട് ആരടിപ്പൊക്കത്തിലേ, അവിടെയുണ്ട് പട്ടിയുണ്ട് ആരടിപ്പൊക്കത്തിലേ. അവിടെ നോക്കി ബൗ ബൗ, ഇവിടെ നോക്കി ബൗ ബൗ, അവിടെ നോക്കി ഇവിടെ നോക്കി ബൗ ബൗ ബൗ. നല്ല രസമാണല്ലോ ഇവിടുത്തെ ക്ലാസ് ഒക്കെ. ഗംഭീരമാണല്ലോ. ഒന്ന് പാടിക്കേ. നമ്മളൊന്നും പാടിയതല്ലോ. ചങ്ങാതി കരിമല പോലൊരു ചങ്ങാതി, കറുകറി എന്നൊരു ചങ്ങാതി. ആരും പാടുന്നില്ല. വണ്ണം കാലുകൾ 4 നീളം കൊമ്പുകൾ 2, തുമ്പിക്കൈയിൽ താട്ടി കൊമ്പൻ വരുന്നത് കണ്ടില്ലേ, പെടി വരുന്നേ ചങ്ങാതി. ഇത് ആരൊക്കെ ചെയ്ത ബാക്കി? അതോ എല്ലാരും കൂടെ പാടിക്കേ. നല്ല മുട്ടായി ഉണ്ടോ? എന്റെ മുട്ടായി ഉണ്ട്. അതെ. ചങ്ങാതി. ചങ്ങാതി വണ്ണങ്കാലുകൾ 4, ഓ കറക്റ്റ് ആയിട്ട് കാണിക്കോ. എങ്ങനെ ആട്ടി ആക്ഷൻ സോങ്. കണ്ടില്ലേ? ഓടി വിളിച്ചു ചങ്ങാതി. ഓ അടിപൊളി. ഈ മാസം മനവും വന്യമൃഗം കൂടെ ഈ മാസത്തെ തീം
മനസ്സിലായില്ല. ഓരോ ആഴ്ച ഓരോ തീം ഓരോ തീമുണ്ട്. ആ, കുട്ടികൾക്ക് ഓരോ തീമുണ്ട് ഓരോ ആഴ്ചയില്. വനവും വന്യമൃഗം. ഓ, ഈ ആഴ്ചത്തെ തീം എന്ന് പറഞ്ഞാൽ വനവും വന്യമൃഗങ്ങളും. അപ്പൊ അവരെ ആ വന്യമൃഗങ്ങളെയും വനത്തിനെയും ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളും അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കും. സിമ്പിൾ. ഈ ആഴ്ചത്തില് വീട്ടിൽ വളർത്തുന്ന അതാണ് ഈ ആഴ്ചത്തെ. ഓക്കെ, കൊള്ളാലോ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, അത് സെലിബ്രേഷൻ. ഈ മോൻ നന്നായിട്ട് ചെയ്യുന്നല്ലോ കേട്ടോ. എങ്ങനെ എല്ലാരും പാടുന്നുണ്ട്. ഓ, ഒരു നാടൻ. ആരെങ്കിലും വന്നായിങ്ങനെ അതെല്ലാ പിള്ളേരും അങ്ങനെയല്ലേ. ഇല്ലെങ്കിൽ അവരിവിടെ ഇവിടെ തകർപ്പായിരിക്കും അല്ലേ. രസമുണ്ട്. പക്ഷേ നല്ല രസമുണ്ട്. അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇതിനകത്ത്. നല്ലൊരു സ്കൂള് ഈ അംഗൻവാടി അല്ലേ. നല്ല രസമുണ്ട്. ബൈ. ഓക്കെ, സീ യു. ബൈ. മിടുക്കര്. കേട്ടോ, സ്മാർട്ട്. ഇത് നമ്പർ ഞാൻ തരാം മാഡം. ഇനി നമ്പർ അയച്ചു. ബൈ. ഒരു ഭയങ്കര സന്തോഷം വന്നിട്ട് പോകുമ്പോൾ. അത് അതിനകത്തൊരു പോസിറ്റീവ് ഫീലാണ്. അതിനകത്ത് നല്ല ഒരു അംഗൻവാടിയും നല്ല കുറെ കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും. മാസ്റ്റർ അംഗൻവാടിയായിട്ട് പ്രഖ്യാപിച്ച്. മാസ്റ്റർ അംഗൻവാടിയാ? ഇതാ പറഞ്ഞ കൊല്ലം ജില്ലയിൽ ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു അംഗൻവാടിയില്ല. TV എല്ലാം. ശരി, കൊല്ലം ജില്ലയിലെ മാസ്റ്റർ അംഗൻവാടിയായിട്ട് പ്രഖ്യാപിച്ച അംഗൻവാടിയാണിത്. അവിടുത്തെ ഭക്ഷണമാണെങ്കിലും ടീച്ചിങ് സ്കിൽസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവിടെ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ TV ഉൾപ്പെടെ ഉണ്ട് അല്ലേ, പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ. ഓ, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റിയല്ലോ, സന്തോഷം. പോയിട്ട് വരാം, ഇനി വരാം. ഓക്കെ, അപ്പോൾ ഫോൺ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വരിക. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. സ്നേഹമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല, സ്നേഹത്തിൻ്റെ കാര്യത്തിലും നമ്പർ 1. ഓക്കെ, നല്ലൊരു ഗ്രാമം വന്നു പോവാം. അപ്പോൾ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിലാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അത് ഓക്കെ, പോയിട്ട് വരാം.